ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കൃപാസനത്തിലെ ജൂൺ മാസത്തെ പത്രത്തിലെ ചില സാക്ഷ്യങ്ങളുടെ പെരുമഴയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആദ്യത്തെ സാക്ഷ്യം ഷിനി ആൻഡോ, പാലാട്ടി കുന്നത്താൻ ഹൗസ്, തുറവൂർ, അങ്കമാലിയുടേതാണ്. സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഉടമ്പടി കാശുരൂപം, ഉടലിലെ വ്രണങ്ങൾ സുഖപ്പെട്ട സാക്ഷ്യം. എൻ്റെ മകൾക്ക് വായിലും തൊണ്ടയിലും കുരുക്കൾ വന്ന് ഭക്ഷണം അധികം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നു. മലത്തിലൂടെ രക്തം വന്നിരുന്നു. ഡോക്ടറെ കണ്ട് എൻഡോസ്കോപ്പിയും കൊളോനോസ്കോപ്പിയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ കുടൽ നിറയെ വ്രണങ്ങൾ ആണെന്നും ബയോപ്സിക്ക് വിടണമെന്നും പറഞ്ഞു. 85% ക്യാൻസറസ് ആണെന്നും ഡോക്ടർ സംശയം പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ കുടലിൽ നീർക്കെട്ടുണ്ടെന്നും ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടിവരുമെന്നും പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഡോക്ടറെ കാണേണ്ട ദിവസം കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. മറ്റൊരു സാക്ഷ്യം സ്റ്റാൻലി ജോർജ്, വരവിളത്തോപ്പ്, പൂവാർ, ട്രിവാൻഡ്രം. സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: മുറിച്ചു കളയണമെന്ന് പറഞ്ഞ കാൽ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളിലൂടെ സുഖപ്പെട്ട സാക്ഷ്യം. ഞാൻ തമിഴ്നാട്ടിലേക്ക് മീനും കൊണ്ട് പോകും വഴി വിശ്രമിക്കാൻ കമ്പനിയുടെ അകത്ത് താഴെ കിടന്നു. ആ സമയം 4.5 ടൺ ഭാരമുള്ള മറ്റൊരു മീൻ ലോറി എൻ്റെ കാലിൻ്റെ മുട്ടിൽ കൂടി കയറി ഇറങ്ങി. ഡോക്ടർ പരിശോധിച്ചിട്ട് കാൽ മുറിച്ചു കളയണമെന്ന് പറഞ്ഞു. കാലിൻ്റെ മുട്ടിൽ കല്ലും മണ്ണും നിറഞ്ഞ് കാൽ പഴുത്ത് പുഴുവരിക്കുന്ന രീതിയിലായി. കാൽ ക്ലീൻ ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോൾ വരാൻ പറഞ്ഞു വിട്ടു. വീട്ടിലെത്തിയപ്പോൾ അടുത്തുള്ള കന്യാസ്ത്രീകൾ വീട്ടിൽ വന്ന് ഉടമ്പടി തൈലവും ഉപ്പും തരികയും അതുപയോഗിക്കുകയും ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് നേർച്ച നേരുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ഡോക്ടറെ കണ്ടപ്പോൾ കാൽ മുറിക്കേണ്ട എന്നും കാലിൽ നല്ല രക്ത ഓട്ടമുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. പഴുത്തിരുന്ന കാലിലെ മുറിവ് ഉണങ്ങി. പിന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. മറ്റൊരു സാക്ഷ്യം ബിന്ദു ആർ ചിത്ര, മുഖത്തല, കൊല്ലത്തിൻ്റെതാണ്. ഓപ്പറേഷൻ ചെയ്തിട്ടും കാഴ്ച തെളിയാതായപ്പോൾ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. പിന്നെ സംഭവിച്ചത്, എൻ്റെ ഭർത്താവിന് ഇടതു കണ്ണിന് കാഴ്ച കുറഞ്ഞ് ഡോക്ടറെ കണ്ട് 1 വർഷത്തോളം ചികിത്സ നടത്തിയെങ്കിലും ഫലമില്ലാതായപ്പോൾ ഇവിടെ പറ്റില്ല, മധുരയിലോ തിരുനെൽവേലിയിലോ കൊണ്ടുപോകാൻ പറഞ്ഞു. തിരുനെൽവേലിയിൽ ചെന്ന് 5 പ്രാവശ്യം കണ്ണിൽ ലൈറ്റ് അടിച്ചിട്ടും ഫലമില്ലാതായപ്പോൾ ഓപ്പറേഷൻ ചെയ്തുവെങ്കിലും കാഴ്ച തെളിഞ്ഞില്ല. കാഴ്ച ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഓടിക്കാനോ ജോലിക്ക് പോകാനോ സാധിക്കാതെ വന്നു. വീണ്ടും ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം ഭർത്താവിൻ്റെ കണ്ണിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കാഴ്ച തെളിയാൻ തുടങ്ങി. ഇപ്പോൾ എല്ലാ ജോലിയും ചെയ്യുന്നു എന്ന അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ്. മറ്റൊരു സാക്ഷ്യം ശ്വാസാമ മത്തായി, 26 സ്കൈവുഡ്, കോട്ട് യാങ് ഗേൾസ്, USA. സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: 58 വർഷമായി വഴിതടസ്സം, ഉടമ്പടിയിലൂടെ നീങ്ങിപ്പോയ സാക്ഷ്യം. ഞങ്ങൾക്ക് 58 വർഷമായി വീട്ടിലേക്ക് വഴി ഇല്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വഴി ലഭിച്ചു. കൂടാതെ എനിക്ക് ചീത്ത കൊളസ്ട്രോളിൻ്റെ പ്രശ്നം മൂലം വർഷത്തിൽ 6 പ്രാവശ്യം ICUവിൽ അഡ്മിറ്റ് ആകുമായിരുന്നു. വളരെ സിവിയർ പെയിൻ ആയിരുന്നു. ഉടമ്പടി എടുത്ത ശേഷം അതിന് സൗഖ്യം ലഭിക്കുകയും 6 വർഷമായ സ്ഥലം വിൽപ്പന തടസ്സം ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി 2 ദിവസത്തിനുള്ളിൽ സാധിച്ചു കിട്ടുകയും ചെയ്തു എന്ന അത്ഭുതകരമായ സാക്ഷ്യം. മറ്റൊരു സാക്ഷ്യം റോസ്ലിൻ ആന്റണി, പോത്തോട്ടിൽ ഹൗസ്, അമര PO, ചങ്ങനാശ്ശേരിയുടേതാണ്. സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: 10 വർഷമായി മക്കളില്ല. ഉടമ്പടി എടുത്തപ്പോൾ സന്താന ഭാഗ്യം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ടും മക്കളില്ലായിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ എല്ലാ ട്രീറ്റ്മെന്റുകളും നടത്തി IVF ഉൾപ്പെടെ പരാജയപ്പെട്ടു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നതിൻ്റെ ഫലമായി ഒരു കുഴപ്പം കൂടാതെ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. കൂടാതെ അച്ഛന് പൈൽസിൻ്റെ സർജറി കഴിഞ്ഞ് കടുത്ത വേദനയായിരുന്നു. വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സൗഖ്യം ലഭിച്ചു എന്ന അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. കൃപാസനം മാതാവ് അനേകർക്ക് നൽകുന്ന അനേകം സാക്ഷ്യങ്ങളിൽ ചിലത് മാത്രമാണ് ഞാനിവിടെ വായിച്ചത്. ദൈവത്തോട് വിശ്വസ്തയായിരിക്കുക. കൃപാസനം അമ്മ മാതാവ് ഇപ്പോഴും നമുക്കായി കൃപ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും മാതാവ് നിങ്ങൾക്ക് നേടിത്തരും. അതിൽ യാതൊരു സംശയമില്ല.
ദൈവമാതാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.